മുസ്ലിങ്ങൾ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യാത്തതുകൊണ്ടാണ് കേന്ദ്രമന്ത്രിസഭയിൽ മുസ്ലിം മന്ത്രി ഇല്ലാത്തതെന്ന് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വോട്ട് ചെയ്താലല്ലേ മുസ്ലിം എം.പി ഉണ്ടാകൂ, എം.പി ഇല്ലെങ്കിൽ എങ്ങനെ മന്ത്രി ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. ഞങ്ങൾ ചെയ്തൊന്നുമല്ലല്ലോ, ഞങ്ങൾ ചെയ്തൊന്നുമല്ലല്ലോ, ഞങ്ങൾ ആരെ ഉപദ്രവിച്ചിട്ടുണ്ടോ? അല്ല, അത് കറക്റ്റാണ്. അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചാലോ, മുസ്ലിംസ് ഞങ്ങൾ വോട്ട് തരുന്നില്ല, എന്തിനാണ് കോൺഗ്രസിന് വോട്ട് കൊടുക്കുന്നത്? അല്ല, ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. കോൺഗ്രസിന് വോട്ട് കൊടുത്താൽ ആർക്കാണ് ഏതെങ്കിലും ഗുണം കിട്ടുമോ? അല്ല, ഞാനത് കൃത്യമായി പറഞ്ഞില്ലേ. ഞാൻ അതിൽ ഒരു സംശയമില്ലല്ലോ. സമുദായം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങള്? അല്ല, മന്ത്രിമാരില്ലെന്ന് പറഞ്ഞാൽ എം പി ഇല്ല. അല്ല, ഗവർണൻസിൽ കയറാൻ ഒരു എം പി ആവണ്ടേ, മന്ത്രിയാവാൻ ഒരു എം പി ആവണ്ടേ? മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, വിവാദ പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. എന്താണ്, ഏത് സാഹചര്യത്തിലാണ്, എന്താണ് പറഞ്ഞത്? കോഴിക്കോട് പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുക്കവെയാണ് രാജീവ് ചന്ദ്രശേഖർ, അതായത് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ, മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം തന്നെ ആദ്യം പറഞ്ഞിരുന്നു, കേരളത്തിൽ മുസ്ലിങ്ങളുടെ മുസ്ലിങ്ങൾക്ക് ബി.ജെ.പിയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറ്റുന്നതിന് വേണ്ടി ഔട്ട്റീച്ച് പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ സമയത്താണ് ഒരു ചോദ്യം ഉയർന്നു വന്നത്. അതായത് കേന്ദ്ര മന്ത്രിസഭയിൽ പോലും ഒരു മുസ്ലിം പ്രാതിനിധ്യമില്ലാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് ജനങ്ങൾക്ക് മുമ്പിൽ പറയാനാകെ കഴിയുക എന്ന ചോദ്യം വന്നപ്പോൾ അത് വളരെ പെട്ടെന്ന് പറഞ്ഞത്, അവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നില്ലല്ലോ എന്ന കാര്യം. അതായത് മുസ്ലിങ്ങൾ വോട്ട് ചെയ്യുന്നില്ല, കമ്മ്യൂണിറ്റി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെ വരും, പിന്നെ എങ്ങനെയാണ് മന്ത്രിസ്ഥാനം വരിക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മാത്രമല്ല, മുസ്ലിങ്ങൾ പിന്തുണച്ചാൽ മാത്രമല്ലേ എം പിമാർ വരുള്ളൂ, എം പിമാർ വന്നാലല്ലേ മന്ത്രിമാർ വരുള്ളൂ എന്ന് അദ്ദേഹം പിന്നീട് വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ പോലും അദ്ദേഹം വളരെ കൃത്യമായി സ്പെസിഫിക്കായി തന്നെ പലതവണയായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം, ഞങ്ങൾ ആ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ പിന്തുണയ്ക്കാത്തവർ എന്ന അർത്ഥത്തിൽ ഒരു പ്രാതിനിധ്യവും നൽകാൻ മുസ്ലിം സമുദായത്തിന് നൽകാൻ തയ്യാറല്ല എന്ന് വളരെ കൃത്യമായി തന്നെ പറയുകയാണ്. അതേസമയം തന്നെ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം ഔട്ട്റീച്ചിന് വേണ്ടി മുസ്ലിങ്ങളുടെ പിന്തുണ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പരിപാടികൾ മുസ്ലിം പ്രമുഖരായ പല പാർട്ടിയിലേക്ക് പിന്നെ ഭാരവാഹിത്വം നൽകി മറ്റോ കൊണ്ടുള്ള പ്രവർത്തനങ്ങളെ ബി.ജെ.പി ഒരു വർഷം മുന്നോട്ട് പോകുന്നുണ്ട്. അതേസമയം കേന്ദ്ര സർക്കാരിൽ, പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് നമുക്കറിയാം, കേന്ദ്ര സർക്കാർ ബി.ജെ.പി ഏറെക്കുറെ ഒറ്റയ്ക്ക് ഭരിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല, യു.പി ഉൾപ്പെടെ ബി.ജെ.പിക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളിലൊക്കെ വേണമെങ്കിൽ മുസ്ലിം എം പിമാരെ നിലനിർത്തുകയോ അവിടെയൊക്കെ സീറ്റ് നൽകി അവരെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതേസമയം അത്തരം സ്വാധീനമുള്ള മേഖലകളിലൊന്നും തന്നെ മുസ്ലിങ്ങളെ മാറ്റി നിർത്തുക, മുസ്ലിങ്ങൾക്ക് സീറ്റ് കൊടുക്കാതിരിക്കുക എന്നൊരു കാര്യമാണ് ബി.ജെ.പി പൊതുവെ സ്വീകരിക്കുക. അതേസമയം അക്കാര്യങ്ങൾ തുറന്നു പറയാൻ ബി.ജെ.പി നേതാക്കൾ തയ്യാറാകില്ലായിരുന്നു. അതേസമയം ഇദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ആ കമ്മ്യൂണിറ്റിയുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ മന്ത്രിസഭയിൽ പ്രാതിനിധ്യവും ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. പിന്തുണയ്ക്കാതെ കോൺഗ്രസിന് വോട്ട് ചെയ്തില്ല, അവർ കോൺഗ്രസിനല്ലേ വോട്ട് ചെയ്തത്, കോൺഗ്രസ് വോട്ട് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ് എന്ന് വളരെ ഒരുപക്ഷെ പിന്നെ കാര്യങ്ങൾ ആ അർത്ഥത്തിൽ മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ അല്ലാത്തതുകൊണ്ടാവും അദ്ദേഹം ഉള്ളത് തുറന്നു പറഞ്ഞതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൽ വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ പ്രതികരണം നടത്തിയിട്ടുണ്ടോ? ഉച്ചയോടുകൂടിയാണ് ശരിക്കും ഈ ഒരു മീറ്റ് ദ പ്രസ് നടന്നത്. അതിൽ വിവാദമായ പ്രസ്ഥാനം ഉണ്ടായിട്ടുള്ളൂ. മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെ പ്രതികരണങ്ങളൊന്നും ഈ അർത്ഥത്തിൽ നമുക്ക് അതിനുശേഷം പ്രസ്താവനകളായിട്ടൊന്നും വന്നിട്ടില്ല. എന്തായാലും പ്രതികരണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രസ്താവന തന്നെയാണ്. കാരണം ഇതുവരെ ബി.ജെ.പി നേതാക്കൾ അത് നേരിട്ടത് പറഞ്ഞിരുന്നില്ല. പകരം പിന്നെ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ ഭാരവാഹികളാക്കിയിട്ടുണ്ട്, എം പിമാരാക്കിയിട്ടുണ്ട്, നേരത്തെ ഷാനവാസ് ഹുസൈൻ അല്ലെങ്കിൽ മറ്റുള്ള പല ആൾക്കാരെയും മന്ത്രിമാരാക്കിയിട്ടുണ്ടെന്ന കാര്യങ്ങൾ വിശദീകരിച്ച് പോവുകയായിരുന്നു പതിവ്. മാത്രമല്ല, മുസ്ലിം പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ ഞങ്ങൾ പ്രാതിനിധ്യം കൊടുക്കുന്നുണ്ട് എന്ന രീതിയിലായിരിക്കും അവർ പറഞ്ഞ് പോകാറ്. പക്ഷെ നേരിട്ട് അങ്ങനെയല്ല, അവരെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല, അതുകൊണ്ട് അവർക്ക് പ്രാതിനിധ്യം കൊടുത്തിട്ടില്ല എന്നൊരു ബി.ജെ.പി നേതാവ് പറയുന്നത് ഒരു പക്ഷേ നടപടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തിലുള്ളൊരു സാമൂഹ്യ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ ആ അർത്ഥത്തിൽ രാഷ്ട്രീയ മേഖലയിലും ചർച്ചയായിട്ടുണ്ട്. എന്തായാലും പ്രതികരണങ്ങളും ആ അർത്ഥത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. തന്നെയാണ്. ശരി.